എൻ്റെ പൊന്നി ഇത്രയും കയറിയോ? ഒറ്റ സ്പോട്ടിൽ നിന്ന് അടിച്ചാട്ടോ. എൻ്റെ അമ്മ ഇപ്പൊ മൊത്തം അലമ്പായി. വള്ളിയൊന്നും എടുക്കണ്ട, ആ ബോക്സിങ് എടുത്തോണ്ട് ചവിട്ടിക്കോ ചവിട്ടിക്കോ. പോയോ? അങ്ങനെ 10 കഴിഞ്ഞ് 11 കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരത് ഇന്നത്തെ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് വീഡിയോ കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയുടെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ ആഴ്ച വീഡിയോ ചെയ്യുന്നത്. ഞാനത് 2 പാർട്ടായിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലും എല്ലാവരും ഓടിപ്പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് വാ. ആ പോയമാരെ ചിലപ്പോൾ തിരിച്ചു വരും. ഒറ്റ സ്പോട്ടിൽ നിന്നൊക്കെ 10 ചാമ്പി വെച്ചേക്കണേ. ഇനിയുണ്ട് ഇവിടെ മീൻ. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇനി ഈ 10 അവിടെ ഇതിൽ നടപ്പുണ്ട്. ചെറുതാ, ഇപ്പം അടിച്ചതിൻ്റെ 3-1 വലിപ്പമുള്ളൂ. അയ്യോ നീ വന്നു അടുത്ത് നെക്സ്റ്റ്. കയറിയിട്ടുണ്ട്. അങ്ങനെ 11ാമനെയും കയറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരേ ടൈപ്പ് സാധനങ്ങളാണ്. ഇതുണ്ടല്ലേ, സൈസ് സാധനങ്ങളാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് അടിച്ചെടുക്കലും കാണിക്കലും എല്ലാം കൂടി ഇച്ചിരി പാടായത്. 11ാമത്തെ കേട്ടോ. അമ്പടാ. കുഴപ്പമില്ല, അത് അഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സെറ്റാവും. ഇവിടെയാണ് അഴിഞ്ഞേ. നീ ഇനി പിടച്ചിട്ടൊന്നും കാര്യമില്ല, പെട്ടുപോയി. ഇനി പിടച്ചിട്ട് തന്നെ കാര്യക്കണേ. കയ്യിൽ മൊത്തം വഴുവഴുപ്പായി നിൽക്കല്ല. അതെ, അയ്യോ താഴെ പോവും. അങ്ങനെ 10 കഴിഞ്ഞ് 11 കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു കൂട്ടം താഴത്തേക്കാണ് പോയില്ലേ, അതൊന്നും തന്നെയുണ്ട്. ഒരു 10-15 എണ്ണം. ഒരു കൂട്ടം താഴത്തേക്ക് പോയത് 10-15 എണ്ണം ഉണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, വരും ഇവിടെ വരും. റെഡി ആയിരുന്നു കേട്ടോ. ഒരുത്ത മണ്ട് തൊടുവേക്കുള്ള റെഡ്. മറിഞ്ഞുപോയി, ചത്തുപോയി ഒറ്റടിക്ക്. ലോക്ക് കയറിയിട്ടുണ്ടാ? കേറിയിട്ടില്ലേ? അയ്യോ, ലോക്ക് കയറിയോന്ന് വെച്ചാൽ കയറി. ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കണേ. എൻ്റെ അമ്മേ, 12. ഇതങ്ങനെ ഊരിപ്പോകത്തൊന്നുമില്ല. എടുത്തട്ടോ.
അടുത്തടുത്ത് എടുത്ത് റെഡിയാക്കി ഇട്ടോ, പെട്ടെന്ന് ഇട്ടോ, കിട്ടണ സമയത്തുള്ള പരിപാടി നടക്കുള്ളൂ. ഇവിടെ എവിടെയെങ്ങാണ്ട് കയറിയിട്ടുണ്ടാവും, ഒന്ന് തപ്പിയെടുക്കട്ടെ കേട്ടോ. ഇവിടെ ഉള്ളത് വന്നോടാ. കയറി. എടാ പറഞ്ഞു. എൻ്റെ ചേട്ടാവീ, അവിട്ടം വരെ വന്നിട്ട് പറഞ്ഞു വിടാ. ആ ചെളിക്കകത്ത് എവിടെയോ പൂത്തിട്ടുണ്ട്, അത് ഓടിയിട്ടില്ല, പോയിട്ടില്ല അത്. നല്ല ഇതേ പോകണം അടുത്ത്, അതാണത്. അത് കറക്റ്റായിട്ട് കയറി, അത് തന്നെയാണെന്ന് തോന്നുന്നു, അത് തന്നെയാണെന്ന് തോന്നുന്നു. അടി കൊണ്ടിട്ട് പോയത്. അതിൻ്റെ ചുണ്ടത്ത് ഒരു പാടുണ്ടെങ്കിൽ ഓക്കെയാ. ഇതടുത്ത് അതല്ലാന്ന് തോന്നുന്നു കേട്ടോ, അത് പോയതാ, ഇത് വേറെയാ. അങ്ങനെ 13ാമത്തെ മീനെ നമ്മൾ ഒറ്റ സ്പോട്ടിൽ നിന്ന് അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും കിട്ടിയില്ല, ഒരു 3-4 കിട്ടി. ആരാ പറഞ്ഞ 10 അടിച്ചു? പിന്നെ 7 ഒത്തിരിയൊന്നും കിട്ടിയില്ല, ഒരു 13 കിട്ടിയുള്ളൂ. ഇപ്പം കയറി പോരെ മതി. അതിനകത്ത് നിൽക്കുമോ? ആ 1-2 കോർക്കാൻ എടുത്തോ, എന്നിട്ട് ബാക്കി ലാസ്റ്റ് കാണിക്കാം. പൈസേ, ഇതേ ആ തെങ്ങിന് ചോട്ടി പോകാൻ പറ്റിയുണ്ടല്ലോ, ഒരു 10 കൂടെ അടിച്ചെടുക്കാം. അപ്പുറത്തോടെ വല്ല ഇറങ്ങാൻ പറ്റുമോ? എല്ലാം ഉണ്ടല്ലോ പൈസേ, എല്ലാം 3/4 കിലോ 1 കിലോ 3/4 കിലോ 1 കിലോ ആ ടൈപ്പ് തന്നെയാണ് നടക്കണം. ഇതിനകത്തൊരു വെള്ളമില്ലെന്നേ, ഒരു സ്ഥലത്തും വെള്ളമില്ല, അങ്ങോട്ടൊക്കെ കണ്ണങ്കാല് വെള്ളമുള്ളൂ. ചതുപ്പ. വള്ളം ഉണ്ടെങ്കിൽ സുഖ. തീ വന്നു, ഹെവി സാധനം. ആ പുണ്ണി തുളഞ്ഞപ്പുറം പോയി.
കടന്ന ലോക്കില്ലെങ്കിൽ ഗുണമാടാ, ഇറങ്ങി പൊക്കോളും. അട്ടി 14ാമത്തെ കേട്ടോ, ഒറ്റ സ്പോട്ടിൽ നിന്ന് 14 സിലോപ്പി ഈ സ്പോട്ടിൽ നിന്ന് അടിച്ചെടുത്ത്. അത് ഷാർപ്പ് അടിയായിരുന്നു കേട്ടോ വൈശാദി, സെൻറ്റർ വഴിയാണ് കയറി. എൻ്റെ കൈയൊക്കെ മൊത്തം തെന്നി തുടങ്ങിയെന്നേ. എൻ്റെ കുഴപ്പമില്ല, പാടാ അതിൻ്റെ ഇടയിൽ കൂടെ, ഞാൻ വിട്ടോളാം, കുഴപ്പമില്ല. പോത്തൊന്നുമില്ല, പോകാൻ ഞാൻ വിടില്ല. അപ്പം മച്ചാമാരത് 14ാമത്തെ കേട്ടോ. പവനി പുറത്തേക്ക് ഇട്ടേ. ആ അയ്യോ, ഇതൊരു ഹെവി സാധനം നിൽക്കണം. എടാ അവന് ഓടിയടാ, അവനെ പൊക്കണം. എവൻ്റെ സാധനം റെഡ്. ഓ, അത് നേരത്തെ പറഞ്ഞു പോയതാണോ എന്ന് ഡൗട്ടുണ്ട്. എവിടെയെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ മീൻ അടിക്കാൻ ശ്രീകുട്ടി വൈശാഖ കാണിച്ച്. എൻ്റെ അള്ളിയ പിടിച്ച വൈശാഖ അപ്പുറത്തായിട്ട് പിടിക്കുക. എൻ്റെ പൊന്നി, ഇത്രയും കയറിയോ? ഒറ്റ സ്പോട്ടിൽ നിന്ന് അടിച്ചാട്ടോ. എൻ്റെ അമ്മ, ഒറ്റ സ്പോട്ടിൽ നിന്ന് അടിച്ച മീൻ അത്രയും ഉണ്ടായിരുന്നൂല്ലേ. എല്ലാം ഹെവി മീനുകളാട്ടോ, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും നോക്കാം, ഒരു 4 എണ്ണം പറഞ്ഞു വിടുന്നുണ്ട്. നല്ല മീനാ. പപ്പണി കയറി. പക്ഷെ അത് കിട്ടുമെന്ന് എനിക്കറിയാം. റസിക്കൂടെ പൈസ അടിക്കണം. അയ്യോ, ഇവനെ ഇതേ പോണു പണ്ടാറ്. ഇതെന്നാണ്ടൊക്കെ വന്നം കളിയാ അതിൻ്റെ കൂടെ. കിടക്കണം മീനടി. ആ മതി, കേറിയടാ. അതെ, ചെറിയ അവിടെ ഉറക്കമുണ്ടോ? നീ അതിലെ വലിച്ചെടുത്തിട്ട് എനിക്ക് ഊരി തന്നെ. ഓ എൻ്റെ അളിയാ, എന്നാ പോക്കത്തിലാ കാണിച്ചേ. അയ്യോ, അങ്ങനെ എന്നാലാണ് അടിക്കണേ. ഞാൻ അടിച്ചിട്ട് തരാം, ഞാൻ ഇട്ട് തരാം. അടി. ദൗരിദ്രവാസി. അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ വള്ളി ലൂസായില്ല. എന്താ പറ്റി? അവര് വന്നു വലിച്ചു. അങ്ങനെ 15 എണ്ണം കയറി. 15 എണ്ണം. പപ്പിനി എൻ്റെ ഡാറ്റ അയച്ച് പെട്ടെന്ന് വിട്. പപ്പിനി എങ്ങനെ കയറിയാലും അയച്ചു. അടുത്ത ആളെ പിടിക്കട്ടെ. പപ്പിനി അതിനകത്ത് വേറെ തുളയുണ്ടോ? പപ്പിനി ആ മീനിൽ വേറെ തുളയുണ്ടോ? കളിയാ, ഇത് ഡേഞ്ചറാട്ടോ. ഈ കമ്പി ഇരിഞ്ഞു ഇപ്പം താഴെ പോയന്. ഈ കമ്പിന് ഒട്ടും വിലയില്ല. ഓർമ്മ കയറി ചത്തു. ചത്തിട്ടൊന്നുമില്ല, അത് ഊരി പോവില്ല. ലോക്കല്ലേ, ലോക്ക. സമയമില്ല. അടുത്ത് നിൽക്കണു. ഇല്ലില്ല, ചവിട്ടിക്കോ. പോയോ? വെള്ളം ചെറുതായിട്ടൊന്ന് കലങ്ങിയില്ല. ആ നിപ്പിൻ്റെ സുഖമൊക്കെ പോയല്ലോളിയാ. ഇവിടെ തന്നെ ഇപ്പം ഉണ്ട്. തലയിൽ
അടുത്തവരെ കയറ്റിയിട്ടുണ്ടേ. ഇവിടെ നിപ്പിച്ചിരി ക്രിട്ടിക്കലാണ്. ഞാനൊന്ന് സെറ്റായിക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് മെഷീനൊന്ന് സ്ലിപ്പായി. അടുത്ത് എൻ്റെ അളിയാ ഉള്ള പാഴി മൊത്തം ഇവിടെ വന്ന് അടിഞ്ഞു. അതൊരു പണിയാണ്. അങ്ങനെ പാഴി മൊത്തം ഇങ്ങോട്ട് വന്നിടാവേ. പോയോ? ആ ഈ വന്നിക്കണേ അള്ളിയാ. കരക്കവെള്ളത്തിൽ കയറി. എന്നാലും വേണ്ടില്ല. ഓ മുഴുത്തവൻ അങ്ങോട്ട് തിരിഞ്ഞോളാ. ആ വന്നട 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 വന്നട. അതിനകത്തൊരു മുഴുത്ത നിൽക്കണുണ്ടോ? കയറി. പറഞ്ഞു പോവോ? തുളഞ്ഞ അപ്പുറം കയറി നിൽക്കണാണോ? വേറൊരുത്തം പോകണ നോക്കി ഇപ്പുറത്തോടെ. ഷടാവി എവിടെയാ ലോക്ക് കയറിയേക്കണേന്നോ മീൻ കയറിയേക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. പറഞ്ഞു പോകാനുള്ള അപ്പുറം പോയി. പക്ഷേ അത് ക്രിട്ടിക്കൽ പോക്കാണ് അപ്പുറത്തോടെ പോയേക്കണേ. ഓ എൻ്റെ അളിയ. മുറുക്കെ ഒന്ന് പിടിച്ചോട്ടെ. ഇനിയിപ്പോൾ താഴെ ആളില്ലാണ്ട് ഇതിനെങ്ങനെയൊന്ന് സേഫാക്കും. താഴെ എങ്ങനെ സേഫാക്കും? എൻ്റെ അമ്മേ. കട്ടിയേ വാടാട്ടെ ഇങ്ങോട്ട്. മീനിവിടെ നിൽക്കണം. അപ്പം നീ ഡാട്ട് കിടന്ന് ഉടായ്പ കളിച്ചാൽ വേറെ മീൻ വന്ന് നെയ്യ് വന്ന് കയറണം. ഹെവി സാധനം ഇതിനടി കയറിയിട്ടുള്ള ഓർമ്മ വന്ന്. പക്ഷെ അതിനെ കാണത്തില്ല നമുക്ക്. ശരിക്കും കാണാവുന്ന അതിനേ ഉള്ളൂ. അതുകൊണ്ട് അതിനടിക്കാം നമുക്ക്. പോണുണ്ടോ വെച്ചോണ്ട്. ഈ ഡാട്ടും ഈ മെഷീൻ കംപ്ലൈൻ്റായി. ഈ മെഷീന് കംപ്ലൈൻ്റായി. അടിച്ച് കളയരുതെന്നൊക്കെ പറഞ്ഞാൽ അടുത്തേട്ടാ. ഒന്നാമത് വള്ളിയൊക്കെ ശോകമാ മീനെ. അതിൻ്റെ ഇടയ്ക്ക് നീ പണി തരല്ലേ. എന്നാലും വേണ്ട, തുളച്ചെടുക്കാം. അത് നടക്കുള്ളൂ.
എൻ്റെ കൈയൊക്കെ മൊത്തം പോയി. ഒരു ഹെവി സാധനം നോക്കിയടാ. അതെങ്ങനെ കിട്ടും? അലമുണ്ടാക്കാണ്ട് അതിനെ പിടിക്കാം. അതിലെ നിർത്തേ. അത് പോയോ? അവിടെ തന്നെ നിൽക്കുവന്നേ, പോകണമെന്നേ. തിരിഞ്ഞ അപ്പം അടിക്കുക. എൻ്റെ തലമണ്ട കയറ്റും. ഇനിയൊരു ഒരു പ്രഷറില്ല എനിക്ക്. ഞാൻ ഇറങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ നീ ഉണ്ടാക്കല്ലേ എനിക്കിട്ടിട്ട്. അപ്പുറത്ത് പോയി. എടാ ഈ മിഷീനൊക്കെ മൊത്തം പോയിന്നേ. എൻ്റെ അള്ളിയ ഇതിനൊക്കെ എങ്ങനെ കളയും അളിയാ. അതെ, ഗുണം കിട്ടും. അതെ അതെ. അയ്യോ ചോദിച്ചാ വേണ്ടി ചോദിച്ചാ. ബെസ്റ്റ് ആളുടെ കയ്യിലാ പോയി പെട്ടെ. അതെ ഇപ്പൊ മൊത്തം അലമ്പായി. വള്ളിയൊന്നും എടുക്കണ്ട, ആ ബോക്സിങ് എടുത്തോണ്ട് കണ്ടോ മുതല് കണ്ടോ. ഇന്നത്തെ ഫിഷിങ് പൊളിച്ചില്ലേ എൻ്റെ അമ്മയെ. കയ്യിലേക്കുള്ള അയ്യോ. ഓക്കെ, നമുക്ക് കൊണ്ടുപോയി ബോക്സിൽ സെറ്റ് ചെയ്യാം. ഇന്നത്തെ ഫിഷിങ് നിർത്തുവാട്ടാ. ഇന്ന് പരിപാടി നിർത്തുക. കാണിച്ച് മുഖത്തേക്ക് കാണിച്ച്. അയ്യോ. അപ്പോൾ മച്ചാന്മാരത് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുക കേട്ടോ. പട്ടാളം ലീവിന് വന്നിട്ട് വന്ന വഴിക്ക് അടിച്ചതാ. ലീവിന് വന്നപ്പോൾ വന്ന വഴിക്ക് നമ്മൾ മീനടിച്ചതാ. അടിച്ച് പരിപാടി ഉച്ചയായപ്പോൾ നിർത്തി പോവാം. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.